ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായി കണ്ടിട്ട്, ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയി കേട്ടോ. ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പം എല്ലാവരും കാണുമെന്നൊക്കെ കരുതുന്നു. പിന്നെന്താണ്, ആദ്യമേ ഈദ് മുബാറക്ക് പറയട്ടെ. പിന്നെ നമ്മളിന്ന് എന്നത്തെയും പോലെ എല്ലാ പെരുന്നാളും പോലെ ബിരിയാണി വെച്ചു. സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണിയാണ്. വലിയ കളേഴ്സോ പിന്നെ എസൻസോ ഒന്നും ചേർക്കാത്ത സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണി. പിന്നെ ലിവർ ഫ്രൈയും അതൊക്കെ ഇന്നലെ രാത്രിയിലെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചാണ് കേട്ടോ. ലിവർ ഫ്രൈ, പിന്നെ പതക്കറികൾ റോസ്റ്റ് ചെയ്തതും, പിന്നെ ബീഫ് കറി, പിന്നെ പായസം, വെർമിസലിയൊക്കെ വെച്ചു നല്ല മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാനും അമ്രൂസൊക്കെ ആയിട്ട് ഇരുന്ന് ഇലയാണ്, വാഴയിലയിലാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടം കൂടുതൽ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ നല്ല കുഞ്ഞ് ബിരിയാണി ആയിരുന്നു, അടിപൊളി ബിരിയാണി ആയിരുന്നു. ബീഫിൻ്റെ ബിരിയാണി ആയിരുന്നു. വലിയ ഇതൊന്നും ഇല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ളത്, ഒരു നാടൻ ബിരിയാണി അങ്ങനെ പറയാം. ഒരു നാടൻ ബിരിയാണി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ നമുക്ക് വലിയ ഗസ്റ്റായിട്ടൊന്നും ആരുമില്ലായിരുന്നു. പിന്നെ രാത്രി ആയപ്പം ഇത്തായും ഫാമിലി, ഇക്ക, കുട്ടികൾ ഒക്കെ വന്നു. പിന്നെ അവരൊക്കെ ആയിട്ടിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പം ഇവരെല്ലാവരും കൊച്ചു കുരുട്ടാസുകളൊക്കെ ഫോണിൽ വീഡിയോ എടുക്കുന്നതൊക്കെ പിടിച്ചു പറിക്കാനൊക്കെ വന്നു ഗൈസ്. ആകെ പിന്നെ ഒരു ആലമ്പലം ബഹളമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളിരുന്ന് സംസാരിച്ചു. അപ്പം ഞങ്ങളുടെ കുട്ടി യൂട്യൂബറാണ് കേട്ടോ റയാൻ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു. അമൃസൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അമൃസ് ഇവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമൃസ് കുറേ ബഹളമൊക്കെ കാണിക്കുന്നുണ്ട്, കുരുത്തക്കേടൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ട് ഇവർ ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ റയാനാണെങ്കിൽ വെർമിസലിയിൽ ബീഫ് കറിയൊക്കെ ഒഴിച്ച് അരിപ്പതിരെയൊക്കെ കൂട്ടി ഇളക്കി ഒരു വല്ലാത്തൊരു കോമ്പോയിൽ കഴിക്കുകയാണ്. ഇത് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു കോമ്പോ എല്ലാവരും കാണുന്നത്, വെർമിസലിയിൽ ബീഫ് കറി ഒഴിച്ച് കഴിക്കുന്നത്. എനിക്കറിയില്ല എന്ത് ടേസ്റ്റ് ആയിരിക്കുന്നത്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പിന്നെ അവർ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. കാരണം കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം വളരെ സിമ്പിളായ ഒരു ഇന്നത്തെ ദിവസത്തെയും പോലെ വലിയതൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് സാധാരണ ദിവസം പോലെയുള്ളൊരു ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ പെരുന്നാളും കാര്യങ്ങളൊക്കെ പോയത്. അപ്പോൾ എല്ലാവരുടെയും ഈദ് വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കമൻസ് ആയിട്ടൊക്കെ ഷെയർ ചെയ്ത്, നിങ്ങൾ കണ്ടു പോവാതെ നിങ്ങളുടെ വിശേഷങ്ങളും പിന്നെ ഒക്കെ പറയൂ. അതൊക്കെയല്ലേ നമുക്ക് സന്തോഷം. കേൾവിക്കാരും കാഴ്ചക്കാരും മാത്രമായി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആരും മറക്കണ്ട, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും വേണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാനായിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കൂ. മാക്സിമം ലൈക്ക് തരിക, ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. എന്നും ഇതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. കമൻസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ ഓരോ വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ. ഇനി അടുത്ത വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.